Hello everyone, how are you all? I think all are fine. Today we are stepping into a new subject, health and nutrition, that is very important and useful for your teaching career. In today's class, we are going to discuss about our first unit, modern concept of health, physical fitness and wellness. ആരോഗ്യം, ശാരീരികക്ഷമത, ക്ഷേമം എന്നിവയെക്കുറിച്ചുള്ള ആധുനിക ആശയം. Modern concept of health, physical fitness and wellness is linked to individuals' ability to work efficiently along with enjoying leisure time and to meet healthy meal in order to have strong immunity to lifestyle and critical diseases. അതായത് ആരോഗ്യം, ശാരീരികക്ഷമത, ക്ഷേമം എന്നിവയെക്കുറിച്ചുള്ള ആധുനിക ആശയം എന്തെന്നാൽ ഒരു വ്യക്തിയുടെ ദൈനംദിന ജോലി കാര്യക്ഷമമായി ചെയ്യാനുള്ള കഴിവിനെയും ആ വ്യക്തിയുടെ വിശ്രമ സമയങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൻ്റെ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങൾ കഴിക്കുന്നതിലൂടെയും വ്യക്തിയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള ശേഷിയെയും അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്, ഡെഫിനിഷൻ ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് കോമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫസ്റ്റ് വൺ, ഹെൽത്ത്. എന്താണ് ആരോഗ്യം? നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു WHO, health is a state of complete physical, mental and social well-being and not merely the absence of any diseases or infirmity. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ആരോഗ്യം എന്നത് പൂർണ്ണമായ ശാരീരികമായും മാനസികമായും സാമൂഹികമായുമുള്ള ക്ഷേമമാണ്, അല്ലാതെ കേവലം രോഗങ്ങളുടെയോ വൈകല്യങ്ങളുടെയോ അഭാവം മാത്രമാകുന്നില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഡിസീസ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ ഹെൽത്തി. യു ഷുഡ് ബി ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി ഹെൽത്തി. നമുക്കൊരു രോഗമില്ല എന്നത് ഒരു ആരോഗ്യവാനാണ് എന്നതല്ല അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തി ശാരീരികമായും മാനസികമായും സാമൂഹികമായും, അതായത് ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി ആളെന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം. നമുക്ക് ഒരു അസുഖവുമില്ല എന്നത് നമ്മൾ ഹെൽത്തി ആയിരിക്കുന്ന ആളാണെന്നല്ല പറയുന്നത്. മറിച്ച് എന്ത് എന്നാണ് WHO പറയുന്നത്? നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും സോഷ്യലിയും ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ മാത്രമാണ് നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയുന്നുള്ളൂ. അതാണ് WHO ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്, ശാരീരിക ക്ഷമത. എന്താണ് ശാരീരിക ക്ഷമത? Physical fitness, the ability to carry out daily tasks with vigor and alertness without undue fatigue and ample energy to enjoy leisure time pursuits and to meet unforeseen emergencies. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നാൽ ഒരു വ്യക്തി തൻ്റെ ദൈനംദിന ജോലികൾ, ഡെയിലി ടാസ്കുകൾ ഉത്സാഹത്തോടെയും ജാഗ്രതയോടെയും ചെയ്യാനും തൻ്റെ വിശ്രമ സമയങ്ങൾ ഒരു ക്ഷീണവുമില്ലാതെ എൻജോയ് ചെയ്യാനും അതുപോലെ അപ്രതീക്ഷിതമായിട്ട് തൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന അടിയന്തര സാഹചര്യങ്ങൾ, ഇൻ കേസ് എന്തെങ്കിലും അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നേരിടാനും കഴിയുന്ന ഒരു ശേഷിയെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, physical fitness is the capacity of an individual carrying out his routine work without any fatigue, and after doing work he has sufficient power to do some more work. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി തൻ്റെ റൂട്ടീൻ വർക്കുകൾ, ഡെയിലി ചെയ്യുന്ന വർക്കുകൾ യാതൊരു ക്ഷീണവും കൂടാതെ ചെയ്യുകയും ജോലി ചെയ്തതിന് ശേഷം വീണ്ടും ആ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡെയിലി ചെയ്യുന്ന ജോലികൾ ഒരു ക്ഷീണമോ മടിയോ കൂടാതെ ചെയ്തു തീർക്കുകയും ആ ജോലി ചെയ്തതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കോമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, ശാരീരിക ക്ഷമതയുടെ ഘടകങ്ങൾ. ഫിസിക്കൽ ഫിറ്റ്നസ്സിന് 6 കോമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രെങ്ത്. സെക്കൻഡ്, എൻഡുറൻസ്. തേർഡ്, ഫ്ലെക്സിബിലിറ്റി. ഫോർത്ത്, സ്പീഡ്. ഫിഫ്ത്ത്, എജിലിറ്റി. സിക്സ്ത്, കോർഡിനേഷൻ. ഈ 6 കോമ്പോണൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തു, കൂടാതെ കോമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഏതൊക്കെയാണെന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.